മഹാശിവരാത്രി വ്രതത്തെക്കുറിച്ച് ചിന്തിച്ചു വരുന്നു. വീടുകളിൽ എങ്ങനെ മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കാം എന്നുള്ളതാണ്. കാരണം എല്ലാ പ്രദേശത്തും ശിവക്ഷേത്രം ഉണ്ടായെന്ന് വരില്ല. ഇന്ന് ഒരുപാട് ആൾക്കാർ, മലയാളികളെല്ലാം തന്നെ ഒരുപാട് പേർ മിഡിൽ ഈസ്റ്റിലുണ്ട്, പല രാജ്യങ്ങളിൽ, വിവിധ രാജ്യങ്ങളിലുണ്ട്. അവിടെ ചിലപ്പോൾ ദൂരെ ക്ഷേത്രത്തിൽ നിന്ന്, ശിവക്ഷേത്രത്തിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിരിക്കും താമസം. അവർക്ക് ശിവരാത്രി അനുഷ്ഠിക്കണമല്ലോ എന്നുള്ളതാണ്. ശിവരാത്രി എന്നുള്ളത് മനസ്സിനകത്താണ്. സാധിക്കുന്നവർ ക്ഷേത്രങ്ങളിൽ പോകുക, തീർച്ചയായിട്ടും പോകും, അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. വീടുകളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. വീടുകളിൽ ആദ്യം നാം ഏവരും രാവിലെ അന്നേ ദിവസം എത്രയും നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുമോ അത്രയും നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. 4 മണി, 4:30, 5 മണി എപ്പോഴാണോ സൗകര്യം എത്രയും പെട്ടെന്ന് എഴുന്നേൽക്കുക. അതിലേക്കായി ചിന്തിച്ചു കഴിഞ്ഞാൽ രാത്രി നേരത്തെ കിടക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റില്ല, ക്ഷീണമായിരിക്കും. അങ്ങനെ രാവിലെ എഴുന്നേറ്റ ശേഷം അവരവരുടെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകം പറയുന്നു, നല്ലെണ്ണ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ പശുവിൻ നെയ്യ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു എണ്ണ വാങ്ങിച്ച് ദയവ് ചെയ്ത് കത്തിക്കരുത്. അതിന് സാധിക്കാത്തവർ വിളക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. കാരണം അത് വിഷപ്പുകയാണ്. വിഷം ശ്വസിച്ച് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണമെന്ന് ശിവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ വിളക്ക് തെളിയിച്ച ശേഷം ഏവരും ഒരുമിച്ചിരുന്ന് ഒരു 15 മിനിറ്റ് നമഃശിവായ ജപിക്കുക. ഒരുമിച്ചിരുന്ന് കുടുംബത്തിൽ ഐക്യം ഉണ്ടാകും. അതിൽ പ്രഥമ സ്ഥാനം ഈ ഒരു യൂണിറ്റിയാണ്. ഒരുമിച്ചിരുന്ന് മന്ത്രം ജപിക്കുക, നാമജപം ജപിക്കുക എന്നുള്ളതാണ്. നമഃശിവായ 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 ജപിക്കുക. അത് എന്തോ ആയിക്കോട്ടെ, ശക്തി പഞ്ചാക്ഷരി ആകാം, പ്രണവം ചേർത്ത് ജപിക്കണമെങ്കിൽ അങ്ങനെ ആകാം, ചിലർക്ക് ഉപദേശം ലഭിച്ചു കാണും, അങ്ങനെ ആവാം. അങ്ങനെ ശിവ അഷ്ടോത്തരം ജപിക്കാം, ശിവ മഹിമ്ന സ്തോത്രം, പ്രദോഷ സ്തോത്രം എന്നിങ്ങനെ ഒരുപാട് ശിവനെ ഉദ്ദേശിച്ചിട്ടുള്ള സ്തോത്രങ്ങൾ, മന്ത്രങ്ങൾ ഉണ്ട്. അത് ഒരുമിച്ചിരുന്ന് ജപിക്കുക. അതിനുശേഷം ഏവരും ഒരുമിച്ച് അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുന്നവർ പോകുക, അല്ലാത്തവർ വീട്ടിൽ തന്നെ ഇരിക്കാം എന്നുള്ളതാണ്. വീടുകളിൽ ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജി ലഭ്യമാണ്. നാമമന്ത്രമെല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ പഞ്ചാക്ഷരി യൂട്യൂബിൽ ഓൺ ചെയ്ത് വെക്കാം. അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അന്നേ ദിവസം പൂർണ്ണമായിട്ടും യജുർവേദത്തിലുള്ള ശ്രീരുദ്രം, ചമകം ഇതൊന്നും ചിലർ കേട്ടുപോലും കാണത്തില്ല. ഇന്ന് ലഭ്യമാണ്. ദയവ് ചെയ്ത് അതൊന്ന് പ്ലേ ചെയ്യുക. നമ്മളുടെ കാതെങ്കിലും ചെവിയിലൂടെയെങ്കിലും ഇതൊക്കെ ശ്രവിക്കുമാറാകട്ടെ. ശ്രുതം മേ ഗോപായ എന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് ശ്രുതി എന്ന് പറയുന്നത് വേദമന്ത്രങ്ങൾ അന്നേ ദിവസം നമുക്ക് കേൾക്കാം. മഹാശിവരാത്രിയോടനുബന്ധിച്ചെങ്കിലും നാം ഇങ്ങനെയെങ്കിലും ഗൂഗിൾ ചെയ്യും. അല്ലാത്ത പക്ഷം ആരാണ് രുദ്രം, ചമകം എന്നൊക്കെ ഗൂഗിൾ ചെയ്യുക? കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതൊരു ശീലമായി തുടരട്ടെ. വേദമന്ത്രങ്ങൾ വീടുകളിൽ അന്നേ ദിവസം, ശിവരാത്രി ദിവസം 24 hours പൂർണ്ണമായിട്ടും അതിങ്ങനെ മാറി പ്ലേ ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്നുള്ളതാണ്. രാവിലെ ജപത്തിന് ശേഷം നമുക്ക് ചെറിയൊരു പൂജ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ വിളക്കിൽ തന്നെ ശിവപൂജ ചെയ്യാം എന്നുള്ളതാണ്. ഇനി അതിനായിക്കൊണ്ട് ശിവലിംഗം വാങ്ങിക്കണം, ശിവൻ്റെ ഫോട്ടോ വാങ്ങിക്കണം നിർബന്ധമില്ല. ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. വിളക്കിൽ തന്നെ അതാത് ദേശത്തിൽ ലഭിക്കുന്ന പൂക്കൾ കൊണ്ട് നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് മുതിർന്നവർ ചെയ്യുക. കുട്ടികൾ അത് കണ്ട് പഠിക്കും. കാരണം ഇന്ന് ഈ ആചരണീയം എല്ലാം തന്നെ ക്ഷേത്രത്തിലെ ഒരു ശാന്തിക്കാരൻ്റെ അടുത്ത് ഏൽപ്പിച്ച് അവനൊരു 10 രൂപ ദക്ഷിണ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വീടുകളിൽ ഒന്നുമില്ല. വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഒന്നും ലഭ്യമല്ല. അങ്ങനെ വീട്ടിലെ മുതിർന്നവർ ദയവ് ചെയ്ത് ഇത് ഒന്ന് തുടരുക. എല്ലാ ശിവരാത്രി ദിവസവും ഇങ്ങനെ ചെറിയൊരു പൂജാ സെറ്റപ്പ്. അതിനുശേഷം ഒരു നിവേദ്യം, പാൽപ്പായസമോ ശർക്കര പായസമോ എന്തോ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പഴമെങ്കിലും നേദിക്കുക. അതിനുശേഷം ആ പ്രസാദം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക. ജീവിതത്തിൽ അന്നേ ദിവസം നമുക്കൊരു സന്തോഷം ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബത്തിൽ ഐക്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ്. ഈ ഒരു ലളിതമായ ഒരു കാര്യം മഹാശിവരാത്രി ദിവസം ഏവരും തുടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചെയ്തു നോക്കുക, ശീലിക്കുക, മുന്നോട്ട് പോകുക. ശീലം സർവത്ര വൈ ധനം. നമസ്കാരം.